ഇപ്പോൾ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ചിഹ്നമടങ്ങുന്ന ഒരു കടലാസ് ഒരു 8 സെക്കൻഡ് അവിടെ നിൽക്കും, എന്നിട്ട് അത് അതിൻ്റെ പെട്ടിയിലേക്ക് പോകും. ഇതിൻ്റെ തുടക്കത്തിലൊരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യം വന്ന സജഷൻ ഈ കടലാസ് വോട്ടർക്ക് തിരിച്ചു കൊടുക്കണം അയാളുടെ തെളിവായിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്, കണ്ണൂരൊക്കെ ഞങ്ങളെ വെട്ടിക്കൊല്ലും. ഈ ഞങ്ങളുടെ പോക്കറ്റിൽ ഈ കടലാസ് എടുത്തിട്ട് നീ ബി ജെ പിക്ക് വോട്ട് ചെയ്തല്ലേ, നിന്നെ ഇപ്പോൾ തന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനം ഞാൻ ചെറിയൊരു മനുഷ്യനാണെങ്കിൽ ഇത് പോയി ഞാൻ 2009 ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. അവസാനം അത് പോയി സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു റെസീറ്റായിട്ട് കൊടുത്തുവിടാൻ പറ്റില്ല, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കട്ടെ. എന്നിട്ട് സംശയമുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ പെട്ടി തുറന്ന് പഴയ പോലെ ബാലറ്റ് പോലെ എണ്ണുക, എന്നിട്ട് അതിൽ നിന്ന് വേണം നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്. അതുകൊണ്ടാണ് ഇത് കൂടാതെ മാൻഡേറ്ററി ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു 10% കുറവാണ് നിങ്ങളുടെ മാർജിനെങ്കിൽ യു ഹാവ് ടു കൗണ്ട് ദ ബോക്സസ്, ഫിസിക്കലി നിങ്ങൾ വോട്ട് എണ്ണണം. ഈ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ചുമ്മാ അങ്ങോട്ട് ഗുണ്ടടിക്കുകയാണ്. EVM അങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വെറും ഞാൻ ഈ രാഷ്ട്രീയ കക്ഷികളിലെ വമ്പന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഞാനൊരു പോളിംഗ് യൂണിറ്റ് VVPAT ഒക്കെ വെച്ച് തരാം, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വെച്ചോ TV റിമോട്ട് വെച്ചോ എന്ത് യന്ത്രം വെച്ചോ നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിച്ചതാണ്. വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച ആളുകളെ ഇത്തരം കഥകളൊക്കെ മേയർ തെരഞ്ഞെടുപ്പിന് ഇതുമായി ബന്ധമില്ല, കാരണം അവിടെ ബാലറ്റ് ആയിരുന്നു. ഇവര് കൊടുത്ത സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു എന്ന്. അല്ല ക്ഷമിക്കൂ മഞ്ജുഷേ, ഞാൻ EVMന്റെ പ്രവർത്തനത്തെ കുറിച്ച് സംശയം രേഖപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ചില മാനിപ്പുലേഷൻസ്, അത് EVMലാണോ നടന്നത് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലാണോ? അത് EVM ഇല്ലാഞ്ഞിട്ടാണ് മിസ്റ്റർ സേനാപതി, EVM ഇല്ലാഞ്ഞിട്ടാണ് അത് നടന്നത്. EVM ഉണ്ടെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. ബാലറ്റ് പേപ്പറിലല്ലേ ആ മനുഷ്യൻ കൃത്രിമം കാണിച്ചത്. EVM ആയിരുന്നെങ്കിൽ കൃത്രിമം കാണിക്കുമോ? അല്ല TG, ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും 100% 101% നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു 6 മാസം മുമ്പ്, 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ടുണ്ടാവും, ചോദിച്ചൊരു ചോദ്യമുണ്ട്. അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, ഇന്ന് അദ്ദേഹം റിട്ടയർ അല്ല, ഇന്ന് വൈകുന്നേരം അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. നാളെ നേരം വെളുക്കുമ്പോൾ 8 മണിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മൾ കാണുന്നത്. അതായത് തലേദിവസം വൈകുന്നേരം രാത്രി 8 മണിക്ക് രാജിക്കത്ത് കൊടുക്കുന്നയാൾ നേരം വെളുത്ത് 8 മണി ആയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമാകുക. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു വാട്ട് ഈസ് ദ നെസസിറ്റി, ഇത് എന്ത് ആവശ്യമാണ്? ഇപ്പോൾ അവിടെ ഭൂകമ്പമോ പ്രളയോ അല്ലെങ്കിൽ അതിർത്തിയിൽ യുദ്ധമോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനങ്ങൾ അത് നിഷ്പക്ഷമാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലെ പഴയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റും ഇപ്പോൾ BJPയുടെ സഹയാത്രികനും അവരോടൊപ്പം ഉണ്ടായ ദീർഘകാലം MP ആയിരുന്ന സുബ്രഹ്മണ്യം സ്വാമിയെ പോലുള്ള ആളുകൾ പോലും ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടെ, ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ എന്തായി പറയുന്നത്? അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് വിധി സമ്പാദിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് VVPAT വരുന്നത്. സ്വാമിക്ക് സംശയം സ്വാമി പത്രക്കാരോട് പറഞ്ഞുകൊണ്ട് നടന്നതല്ല. He went to the court and he obtained this judgment and therefore VVPAT is there. ഇതെന്താ സേനാപതി വേണു തിരിച്ചു മറിച്ച് പറയുന്നത്? സുബ്രഹ്മണ്യം സ്വാമിക്ക് സംശയം ഉണ്ടായിരുന്നു, ആ സംശയം അംഗീകരിച്ചിട്ടാണ് VVPAT വെച്ചത്. ഞാൻ പറഞ്ഞത് ഹാർവാർഡ് സർവകലാശാലയിലെ വിസിറ്റിംഗ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിവും പാണ്ഡിത്യവും ഉള്ള ആളുകളിൽ അഗ്രഗണ്യനായ ഒരാളാണ് സുബ്രഹ്മണ്യം സ്വാമി. സുബ്രഹ്മണ്യം സ്വാമിയെ പോലെ ഒരാള് ഈ കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ VVPAT കുറിച്ചല്ല, ഞാൻ ഇപ്പൊ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്പക്ഷതയാണ്. ആ നിഷ്പക്ഷതയാണ് ഇന്ന് ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടതും സുപ്രീം കോടതി യു ആർ ടോക്കിംഗ് ഇല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. സുബ്രഹ്മണ്യൻ സ്വാമിക്ക് സംശയമുണ്ടായിരുന്നു, ആ സംശയത്തിന്റെ പുറത്താണ് സുപ്രീം കോടതി VVPAT വെക്കാൻ പറഞ്ഞത്. വർഷം എത്രയെന്നറിയാമോ? ഇത് 1999 മുതൽ EVM തുടങ്ങിയവിടെ ആദ്യത്തെ VVM കേരളത്തിൽ ഉപയോഗിച്ചത് വടക്കമ്പറൂരാണ്. ആ EVM ഉപയോഗിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി സ്വാമി ഉയർത്തിയ ഇഷ്യൂ കൊണ്ടാണ് VVPAT ഉണ്ടായത്. VVPAT മുമ്പ് പറഞ്ഞ സംശയം VVPAT ശേഷം കൊണ്ടുവരുന്നത് അതിന് മര്യാദയില്ല. സേനാപതി, യു ആർ ആൻ അഡ്വക്കേറ്റ്, ഡോണ്ട് പ്ലേ നോൺസെൻസ്. ഇതുപോലത്തെ ട്രിക്ക് കളിക്കരുത്.
സേനാപതി ഉദ്യോഗസ്ഥരുണ്ട് പറയുന്നത് എന്നുള്ള മൊത്തം ആ വിശ്വാസത്തെ സത്യമാണ് ഞാൻ കുറിച്ചാണ്. ചൂണ്ടിക്കാണിച്ചത്. മൊത്തം വിശ്വാസത്തെ കുറിച്ചാണ് സേനാപതി പറയുന്നത്. അതാണ് പറഞ്ഞത്. അവിടെ ഒരിടത്ത് ഇത് നടത്താൻ മൊത്തം വിശ്വാസ്യത കഴിയുമെങ്കിൽ വാട്ട് നോൺസെൻസ്. ഒരിടത്ത് നിയർലി ബിക്കോസ് ഒരു നാല് പേര് പത്രപ്രസ്ഥാനം ഇറങ്ങി കഴിയാൻ വിശ്വാസ്യത ഇല്ലാതെ പോകുമോ? ഇലക്ഷൻ കമ്മീഷൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു. എന്താ ഇപ്പൊ തിരക്ക് പിടിച്ച് നിയമിച്ചത്? ശരി, തിരക്ക് പിടിച്ച് നിയമിച്ചെങ്കിൽ അതിനകത്ത് തെറ്റെന്താ? അയാൾ എന്ത് കുറ്റം ചെയ്തത് എന്താ? അതാരെങ്കിലും പറയുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തീരുന്നതിന്റെ 48 മണിക്കൂർ പ്രചരണം അവസാനിക്കണമെന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച് എന്താ പറഞ്ഞ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും പ്രധാനമന്ത്രി റോഡ് ഷോയുമായിട്ട് ഇറങ്ങുന്നു. അത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് ഇലക്ഷന്റെ പരസ്യ പ്രചരണം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കായിരുന്നല്ലോ ഇലക്ഷൻ കമ്മീഷന്. ഇതൊക്കെ സേനാപതി ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ പ്രചരണം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഈ 48 മണിക്കൂറിന് ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേര് പറയുന്ന പോലെയുള്ള ബാലിശമായ ആരോപണങ്ങളല്ല നമ്മൾ ഉന്നയിക്കേണ്ടത്. ഞാൻ അതിന്റെ അകത്ത് പറഞ്ഞത് ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടത് നാട്ടിൽ സേനാപതി വേണു ആ മാന്യത കാണിക്കണം. സേനാപതി വേണു ആ മാന്യത കാണിക്കണം. ഈ സ്വീപ്പിംഗ് അലിഗേഷൻസ് നടത്തി രക്ഷപ്പെടരുത്. സേനാപതി സ്വീപ്പിംഗ് അലിഗേഷൻസ് നടത്തി രക്ഷപ്പെടരുത്. അത് ശരിയല്ല. അതാണ് ഡിവൈഎഫ്ഐ സ്വഭാവം. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി എനിക്ക് നിങ്ങളെ ക്യാച്ച് ചെയ്യേണ്ടി വരുന്നത്.